لا نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أرسلناك إلا كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയൊരു പ്രവാചകൻ ലോകത്തേക്ക് വരാനില്ല. ഖാത്തമുൻ നബിയീനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പ്രവാചകന്റെ വചനങ്ങളിലൂടെ നാം കേട്ടതുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് ലോകത്തേക്ക് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. വ്യത്യസ്ത കാലഘട്ടങ്ങളിലും വ്യത്യസ്ത സമുദായങ്ങളിലേക്കുമായി കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം ആ കാലഘട്ടത്തിലും ആ സമുദായത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരിലേക്ക് മാത്രമായിട്ടുള്ള പ്രവാചകന്മാരായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയല്ല. ആ പ്രവാചകൻ ഏതെങ്കിലും പ്രത്യേകമാക്കപ്പെട്ട ഏതെങ്കിലും ഒരു സമുദായത്തിലേക്കോ കാലത്തിലേക്കോ മാത്രം കടന്നു വന്ന പ്രവാചകനല്ല. മറിച്ച് ലോകത്തിലേക്കാകമാനം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും കൂടിയിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആമുഖമായി ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യർക്കാകമാനം, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒന്നുകിൽ സന്തോഷ വർത്തമാനം അറിയിക്കാൻ, അതോടൊപ്പം നരകത്തെക്കുറിച്ചുള്ള താക്കീത്, നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി അള്ളാഹു അയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കണം. കാരണം ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ, ഇസ്ലാമിനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കണം. കാരണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയാണ്. അതും വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ വാചകം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അവിടെ പ്രയോഗിച്ച വചനം ഉസ്വത്തുൻ ഹസന, ഏറ്റവും മികച്ച മാതൃകയുണ്ട് എന്നതാണ്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പടച്ച റബ്ബിനെ ധാരാളമായി ഓർക്കുന്നവർക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയായി നാം സ്വീകരിക്കേണ്ട, നമ്മുടെ ജീവിതത്തോട് നാം ചേർത്തു വെക്കേണ്ട, നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കേണ്ട, അറിയേണ്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവിടുത്തെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ അറിയണം. അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ പ്രബോധന കാലഘട്ടം എങ്ങനെയാണ് എന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും വളരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കലാണ്, അറിയലാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ രേഖപ്പെടുത്തിയത്, നിങ്ങൾക്ക് സ്വർഗത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമാണ്. ആ പ്രവാചകനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ആ പ്രവാചകന്റെ മുഖത്തേക്കൊന്ന് നോക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് വല്ലാത്ത പൂതിയുണ്ടാവണം. തീർച്ചയായും ആ പൂതിയാണ്, ആ ആഗ്രഹമായിരിക്കണം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന ചിന്തയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുമ്പോ, ആ പ്രവാചകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ, ആ പ്രവാചകനെ കുറിച്ച് സംസാരിക്കുക എന്നതൊക്കെ ഒരു വലിയ അനുഗ്രഹമായി, ഒരു വലിയ സൗഭാഗ്യമായി, അതോടൊപ്പം ഓരോ വാചകങ്ങൾ കേൾക്കുമ്പോഴും, ആ പ്രവാചകനെ കുറിച്ച് കേൾക്കുമ്പോ, ആ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് കേൾക്കുമ്പോ, ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്തൊരു ഹുബ്ബ്, വല്ലാത്തൊരു സ്നേഹം മനസ്സിലേക്ക് കടന്നു വരണം എന്നതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനുള്ള ഒരു ചെറിയ ഒരു ശ്രമത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. സീറത്തുൻ നബവി അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം. അത് കേവലം ഒരു ചരിത്രം മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഒരുപാട് ആളുകളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആവേശത്തിനും ആഗ്രഹത്തിനും ഇഷ്ടത്തിനുമൊക്കെയായി അത്തരം ചരിത്രങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അങ്ങനെയല്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ജീവിതമായിരിക്കണം, അഥവാ ജീവിത പാഠമായിരിക്കണം എന്നതാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വഴികാട്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പോലെ സംരക്ഷിക്കപ്പെട്ട മറ്റൊരു ജീവിതം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുൻപും ശേഷവും നേരത്തെ പറഞ്ഞതുപോലെ പല വ്യക്തികളും കഴിഞ്ഞുപോയിട്ടുണ്ട്, പല പ്രധാനപ്പെട്ടവരും കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചതുപോലെ, ആ പ്രവാചകന്റെ ജീവിത ചരിത്രം രേഖപ്പെടുത്തിയതുപോലെ നമുക്കെവിടെയും മറ്റൊരു ചരിത്രം കാണാൻ കഴിയില്ല. നമ്മൾ അറിയണം, കടലാസ് പോലും കണ്ടെത്തിയിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം ഇത്ര കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രമല്ല, അവിടുത്തെ ശരീരഘടന വിശദീകരിച്ചിട്ടുണ്ട്,
അവിടുത്തെ തലയിൽ താടിയിൽ എത്ര മുടി നരച്ചിട്ടുണ്ട് എന്നതുപോലും, എത്ര മുടി നരച്ചിട്ടുണ്ടായിരുന്നു എന്നതുപോലും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് വെള്ളം കുടിച്ചത്, ആ പ്രവാചകൻ ഏത് കൈകൊണ്ടാണ് വെള്ളം കുടിച്ചത്, എങ്ങനെയാണ് ബാത്റൂമിൽ പോകേണ്ടത്, എങ്ങനെയാണ് അവിടെ ഇറങ്ങേണ്ടത്, അങ്ങനെ തുടങ്ങി വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ചവന്റെ വിരിപ്പിലേക്ക് മടങ്ങുന്നത് വരെ അല്ല, ആ വിരിപ്പിൽ കിടക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടാൽ പോലും എന്ത് ചെയ്യണമെന്ന് വരെ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ജീവിത ചരിത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖമായി ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം 3 രൂപത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് സ്വഹീഹായ ഹദീസാണ്, മറ്റൊന്ന് ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ആദ്യം പറഞ്ഞ 2 എണ്ണത്തിൽ നമുക്ക് സംശയമില്ല. അഥവാ വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിലും അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അവിടുത്തെ പ്രവാചക ചരിത്രം വിശദീകരിച്ചാൽ ആ വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല, യാതൊരു സംശയമേ ഇല്ല. വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ളുഹ പോലുള്ള, സൂറത്തുൽ ശറഹ് പോലുള്ള, സൂറത്തുൽ കൗസർ പോലെയുള്ള സൂറത്തുകളൊക്കെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. അതുമാത്രമല്ല, പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് വിശദമായി വിശദീകരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് ആ 2 കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ, സ്വഹീഹായ ഹദീസുകളിൽ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പിന്നെ സംശയത്തിന് യാതൊരു വകയുമില്ല എന്നാണ് ആ വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. എന്നാൽ മൂന്നാമതായി പറഞ്ഞ ചരിത്ര ഗ്രന്ഥങ്ങൾ, ചരിത്രമെന്ന് പറഞ്ഞാൽ അതാത് കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ആ രേഖകളാണ് ചരിത്ര ഗ്രന്ഥമായി നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അതാത് കാലഘട്ടത്തിൽ ലഭിച്ച അവരുടെ അറിവിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തുകയും പിൽക്കാലത്ത് വന്നവർക്ക് ലഭിച്ച തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നീട് അത് മാറ്റി രേഖപ്പെടുത്തുകയും അങ്ങനെ പല രൂപത്തിലും പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചും ആ രൂപത്തിലുള്ള ഒരുപാട് കഥകളുണ്ട്, ആ രൂപത്തിലുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കള്ളക്കഥകളുണ്ട്, കെട്ടിച്ചമച്ചതുണ്ട്, ദുർബലമായ റിപ്പോർട്ടുകൾ ഉള്ളതുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കള്ളക്കഥകളുണ്ട്. അവിടെയാണ് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പറയുമ്പോ ഇത് കേവലം 1, 2, 3 ക്ലാസ്സിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹു തൗഫീഖ് നൽകിയാൽ നമ്മുടെ മുന്നിലുള്ള ആഴ്ചകളിൽ പ്രത്യേകിച്ച് പ്രവാചകന്റെ ജീവിതത്തെ, പ്രവാചകന്റെ മുന്നോട്ട് വെച്ച ദർശനത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണല്ലോ നമ്മളൊക്കെയും. അതിന്റെ ഭാഗമായി പ്രവാചകന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വിശദീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ തുടങ്ങി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസാരത്തിനിടയിൽ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നിടത്ത് എവിടെയെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ഒക്കെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ, പിന്നീട് ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ആ കാര്യം ഈയുള്ളവനെ അറിയിക്കണം എന്നുകൂടെ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം 4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഒന്നാമത്തെ ഘട്ടം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പര. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ അങ്ങോട്ടുള്ള അവിടുത്തെ പിതാവാരെ, അവിടെ നിന്നങ്ങോട്ടുള്ള പിതാവാരെ തുടങ്ങി മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെ അവിടുത്തെ സന്താന പരമ്പരകൾ ഉൾപ്പെടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും, ആ വംശപരമ്പര കാണാൻ കഴിയും. രണ്ടാമത്തെ ഘട്ടം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ മുൻപുള്ള, അതേപോലെ തന്നെ ആ ജനനത്തിന്റെ മുൻപും ശേഷവുമായി നടന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ആ മുൻപും ശേഷവുമായി നടന്ന വലിയ അത്ഭുതങ്ങളുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതും ഒരുപാട് കള്ളക്കഥകളുണ്ട്. പ്രവാചക ചരിത്രം എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് മലയാളത്തിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, മറ്റേത് ഭാഷയിലാവട്ടെ, അറബിയിൽ പോലും, അറബി ഭാഷയിൽ പോലും
നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചരിത്രത്തിൽ ഒരുപാട് കള്ളക്കഥകൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പലരും സ്വഹീഹായ കഥകളെപ്പോലും അത്ഭുതങ്ങളെപ്പോലും അതും ഒരു പക്ഷേ കള്ളക്കഥകളായിരിക്കാമെന്ന ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. ആ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ജനന സമയത്തുള്ള അത്ഭുതങ്ങളുണ്ട്. അതിനുശേഷം ആ പ്രവാചകന്റെ മുലകുടി പ്രായത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ഘട്ടം. മൂന്നാമത്തെ ഘട്ടം പ്രവാചകത്വത്തിന് മുൻപുള്ള ജീവിതം അഥവാ യുവത്വ കാലഘട്ടം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ നിന്ന് വഹ്യി ലഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം വരെയുള്ള ഒരു ജീവിതം. നാലാമത്തെ ഘട്ടം 40-ാമത്തെ വയസ്സിൽ ജബലുന്നൂറിൽ നിന്നും ഹിറാ ഗുഹയിൽ നിന്നും പ്രവാചകത്വം ലഭിച്ച് അവിടത്തെ 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുന്നത് വരെയുള്ള 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതം. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കേണ്ടതും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുമ്പോ ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ അറബികൾക്കിടയിലേക്കാണ് കടന്നു വരുന്നത്. മുഹമ്മദ് നബി മക്കയിലാണ് ജനിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഏറ്റവും നല്ല അറബി ഭാഷ സംസാരിക്കുന്നവർക്കിടയിലേക്ക് ആ രൂപത്തിലാണ്, ആ തലമുറയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. നോക്കൂ നിങ്ങൾ, അറബികൾ എന്ന് പറഞ്ഞാൽ അറബ് എന്ന ആ പദത്തിന്റെ അർത്ഥം അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കുക എന്നതാണ്. അങ്ങനെ സംസാരിക്കുന്നവരെയാണ് അറബികൾ എന്ന് പറയുക, അല്ലെ? അഥവാ കൃത്യമായ ആ രൂപത്തിൽ ആ ഭാഷയോട് പരിപൂർണമായ നീതി പുലർത്തി ഏറ്റവും നല്ല ഭാഷയിൽ ആ ഭാഷാ ശുദ്ധിയോടുകൂടി സംസാരിക്കുക, അവരെയാണ് അറബികൾ എന്ന് പറയുക. അതല്ലാത്തവരെ അഥവാ സംസാരിക്കുക ഒരുപക്ഷെ അറബി ആയിരിക്കാം, യഥാർത്ഥത്തിൽ ആ ഭാഷാ ശുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് പിന്നെ അജമ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രവാചകന്റെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. മാത്രവുമല്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇസ്മായിലും ഇസ്ഹാഖും കൂടാതെ ഇബ്രാഹിം നബിക്ക് 7 ആൺമക്കൾ വേറെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുള്ള, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ വന്നിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളുടെ പേര് പിന്നെ ഇസ്ഹാഖും അതേപോലെ തന്നെ ഇസ്മായിലുമാണെങ്കിൽ അത് കൂടാതെ വേറെയും 7 ആൺമക്കൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു മക്കയെ പാകപ്പെടുത്തുകയാണ്. ഇറാഖിൽ ജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിലെ പുരോഹിത കുടുംബത്തിൽ ആസറിന്റെ മകനായി ജനിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നങ്ങോട്ട് സാറയെ കല്യാണം കഴിക്കുകയും അവിടെ നിന്നങ്ങോട്ട് ചില വിഷയങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം പിന്നീട് മക്കയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹാജർ എന്ന ബീബിയെ കല്യാണം കഴിച്ച് പിന്നീട് മക്കയിലേക്ക് കടന്നു വരുന്ന രംഗം ചരിത്രം നമ്മൾ കേട്ടതാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ ഹാജറുമായി മക്കയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ പാകപ്പെടുത്തുകയാണ്. മക്കയിൽ ജനവാസം ഉണ്ടായിരുന്നില്ല അതുവരെ. ഇവർ വന്നതോടുകൂടിയാണ് മക്കയിൽ ജനവാസം ആരംഭിക്കുന്നത്. എന്തിനാണ് ഇബ്രാഹിം നബിയെ ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവന്നത്? മക്കയിൽ ഉദയം ചെയ്യാനിരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ കടന്നു വരേണ്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് വെളിച്ചമാണ്, നൂറാണ്, പ്രകാശമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനത്തിന്റെ, ഇസ്ലാമിന്റെ സന്ദേശം അറിയിക്കേണ്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ ജനിച്ചു വീഴേണ്ടത് മക്കയിലാണ്, ജനിച്ചു വളരേണ്ടതും മക്കയിലാണ്. അതുകൊണ്ട് അള്ളാഹു ആ മക്കയെ പാകപ്പെടുത്തുകയാണ്. ഇറാഖിൽ നിന്നും മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ മക്കയിലേക്ക് കൊണ്ടുവരികയാണ്. ആ മക്കയിൽ അവർ വരുന്ന
ആ മക്കയിലേക്ക് അവർ വരുന്ന സമയത്ത് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ പ്രത്യേകിച്ച് വെള്ളമില്ല, മക്കയിൽ തണൽ വൃക്ഷങ്ങൾ പോലുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെയും അതേപോലെ തന്നെ ഹാജറിനെയും മക്കയിൽ തനിച്ചാക്കി തിരിച്ചു പോകുന്നത്. അവരുടെ കയ്യിലുള്ളത് ഒരൽപ്പം വെള്ളം മാത്രമാണ്, സംസം ഉണ്ടായിട്ടില്ല. പിന്നെയാണ് സംസം കടന്നു വരുന്നത്. അവിടെ അങ്ങോട്ട് പോകുമ്പോ തരിശുഭൂമിയായി കിടക്കുന്ന, വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയെ നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ വാചകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബിയുടെ ദുആ ഇങ്ങനെയാണ്: റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നങ്ങോട്ട് തിരിച്ചു പോകുമ്പോ, മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോ ചില ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ശരിയാണെങ്കിൽ എന്റെ കുടുംബത്തെ ഇവിടെ താമസിപ്പിക്കുകയാണ്, ഈ മക്കയിലാണ് താമസിപ്പിക്കുന്നത്. ഇപ്പോഴിവിടെ വെള്ളമില്ല, ഇവിടെ വിജനമായ പ്രദേശമാണ്, ഇവിടെ വരണ്ടുണങ്ങിയ ഭൂമിയാണ്, തരിശു ഭൂമിയാണ്. പക്ഷേ ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, അല്ലാഹുവേ നിന്നെ ആരാധിക്കാനുള്ള ഒരു ഭവനത്തിന്റെ അടുത്താണ് അവരെ ഞാൻ തനിച്ചാക്കി തിരിച്ചു പോകുന്നത്. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, കൃത്യമായി നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. ഇത് പറഞ്ഞ ശേഷം അന്നവിടെ വെച്ച് മക്കയിൽ ഹാജറല്ലാത്ത, ഇസ്മായിലല്ലാത്ത, വേറെ മൂന്നാമത്തെ ഒരാളില്ലാത്ത സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സ് മക്കത്തേക്ക് കൊതിക്കുന്ന രൂപത്തിലേക്ക് അവരുടെ മനസ്സിൽ മക്കയെ ആഗ്രഹിപ്പിക്കണമേ. നോക്കൂ നിങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബിയുടെ ദുആ, അന്നവിടെ തരിശുഭൂമിയാണ്, അന്നവിടെ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയാണ്, കഅബാലയം ഉയർത്തപ്പെട്ടിട്ടില്ല, സംസം വന്നിട്ടില്ല, സഫയും മറുവയും അറിയപ്പെട്ടിട്ടില്ല. ആ സമയത്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് ദുആ ചെയ്യുന്നത്, റബ്ബേ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സ് മക്കത്തേക്കൊന്ന് കൊതിക്കണം, മക്കയെ കാണാൻ ആഗ്രഹിക്കണം, മക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കണം, അവരുടെ മനസ്സ് കൊതിക്കണം. ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ഇവിടെ ഇന്നൊന്നും തിന്നാനില്ല, ഇവിടെ ഒരൽപ്പം വെള്ളം പോലുമില്ലാത്ത സമയത്ത് ഇബ്രാഹിം നബിയുടെ ദുആ, അല്ലാഹുവേ എല്ലാ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളും, റബ്ബേ എല്ലാ രൂപത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഈ മക്കയിൽ നിന്നും നീ ഉൽപ്പാദിപ്പിക്കണമേ. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ കാണുന്നത്. എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വരാനിരിക്കുന്നു ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇനി തീർന്നില്ല, മറ്റൊരു പ്രാർത്ഥന കൂടി നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇബ്രാഹിം നബിയുടെ ദുആയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ എന്റെ സന്താനങ്ങളിൽ നിന്ന് നീ ഒരു പ്രവാചകനെ നോക്കൂ നിങ്ങൾ ആ വാചകം, നീ ഒരു പ്രവാചകനെ നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം, ഇവർക്ക് വേദങ്ങൾ പഠിപ്പിക്കുന്ന, ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന, പഠിപ്പിക്കുന്ന, അവരെ സംസ്കരിക്കുന്ന ഒരു പ്രവാചകനെ അല്ലാഹുവേ നീ ഇവിടെ നിയോഗിക്കണമേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊന്നും കേവലം ഒരു യാദൃശ്ചികമല്ല. ഇറാഖിൽ നിന്ന് ഇബ്രാഹിം നബിയെ മക്കയിലേക്ക് കൊണ്ടുവന്നത്, സാറയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ രാജാവുമായി ബന്ധപ്പെട്ട കഥയുണ്ടായത്, അവിടെ നിന്നങ്ങോട്ട് ഹാജർ എന്ന അടിമപ്പെണ്ണിനെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, അതിനുശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മക്കയുടെ വിജനമായ പ്രദേശത്തേക്ക് കൊണ്ടുവന്നത്, ഇതൊന്നും കേവലം യാദൃശ്ചികമല്ല, മറിച്ച്
നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു ആ ഭൂമിയെ ഒരുക്കുകയാണ്. അന്ന് അവിടെ സംസമില്ല, അതേപോലെ തന്നെ സഫയും മറുവയും വന്നിട്ടില്ല, കഅബാലയം ഉയർത്തപ്പെട്ടിട്ടില്ല. പക്ഷേ അവിടെ പിന്നീട് സംസം വരാനുണ്ടെന്നും അവിടെ നിന്നൊരു പ്രവാചകൻ ജന്മമെടുക്കാനുണ്ടെന്നും അവിടേക്ക് ലോകത്തിന്റെ മനസ്സ് എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ആ രംഗമുണ്ടാകാൻ പോകുന്നുവെന്നും അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഒരു തുടക്കം കുറിക്കുകയാണ്. പിന്നീട് അവിടെ സംസം വന്നു, അതേപോലെ തന്നെ കഅബാലയം ഉയർത്തപ്പെട്ടു. പിന്നീട് അവിടെ ആ വെള്ളമുള്ള പ്രദേശത്തേക്ക് ജുർഹൂം ഗോത്രക്കാർ ആദ്യമായി കടന്നു വരികയാണ്. ഞാൻ മക്കയുടെ ഓരോ ചരിത്രം പറയില്ല, മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ ഈ വിഷയത്തെ കൊണ്ടുപോകുന്നത്. അവിടെ ഇസ്മായിൽ നബിക്ക് ശേഷം കടന്നു വരുന്നത് ജുർഹൂം ഗോത്രക്കാരാണ്. ജുർഹൂം ഗോത്രക്കാർ അവിടെ കടന്നു വരികയും അവിടെ താമസിക്കാൻ അനുവാദം ചോദിക്കുകയും അങ്ങനെ ഹാജറ ബീവി ജുർഹൂം ഗോത്രത്തിന് അനുവാദം കൊടുക്കുകയും പിന്നീട് ഹാജറ ബീവിക്ക് ആയിരുന്നു. നോക്കൂ നിങ്ങൾ, അറബികളുടെ പിതാവ് എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഏറ്റവും ഗോത്രക്കാർ ഹാജറ ബീവി ഇറാഖിലെ ആ രൂപത്തിലുള്ള മറ്റൊരു ഭാഷയായിരുന്നു പിന്നെ ഹാജറ ബീവി സംസാരിച്ചിരുന്നത്. ഈജിപ്തിലെ ഭാഷയാണ് എന്ന് ചില വേറെ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നു. ഏതായിരുന്നാലും ഹാജറ ബീവിയേക്കാൾ ഏറ്റവും നല്ല അറബി ഭാഷ അതിന്റെ ശുദ്ധിയോടുകൂടി സംസാരിച്ചിരുന്നവർ ജുർഹൂം ഗോത്രക്കാരായിരുന്നു. ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്നവർ അവിടേക്ക് കടന്നു വരണം. ആ കൂട്ടത്തിലെ ആളുകളുമായി ഇസ്മായിൽ നബി വളരണം. അങ്ങനെ ഇസ്മായിൽ നബിക്ക് ആ ഭാഷ കിട്ടണം. അങ്ങനെ ഇസ്മായിൽ നബിയിലൂടെ ഏറ്റവും നല്ല ഭാഷ സംസാരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരണം. ഇതല്ലാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെയാണ് ഇസ്മായിൽ നബിക്ക് അബുൽ അറബ് എന്ന് പേര് കിട്ടുന്നത്. മാത്രവുമല്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 12 ആൺമക്കളും അതുകൂടാതെ വേറെ പെൺമക്കളും ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഈ 12 ആൺമക്കളും 12 ഗോത്രങ്ങളായി പിരിഞ്ഞു. 12 ആൺമക്കളും 12 ഗോത്രങ്ങളായി പിരിഞ്ഞു. മക്കയിൽ അറബികൾ പല ഗോത്രങ്ങളായി മാറുകയാണ്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരക്കറിയപ്പെടുന്ന പേരാണ് അദ്നാനികൾ എന്ന്. അദ്നാനികൾ എന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരക്കറിയപ്പെടുന്ന ഒരു പേര്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പര പിന്നീട് അറിയപ്പെട്ടത് അദ്നാനികൾ എന്നാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര വന്നു ചേരുന്നത് അദ്നാനിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പര എണ്ണുമ്പോൾ അതിലെ 21ാമത്തെ പേര് അദ്നാൻ എന്നാണ് എന്നുകൂടെ നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ഏറ്റവും നല്ല കുടുംബത്തിലാണ്, ഏറ്റവും നല്ല തറവാട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഏറ്റവും നല്ല കുടുംബ പരമ്പരയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ഹിർക്കൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വെച്ച് അബൂ സുഫിയാനോട് ഹിർക്കൽ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, കൈഫ നസബുഹു ഫീക്കും, നിങ്ങളിപ്പോൾ പറയുന്ന ആ മുഹമ്മദ് ഇല്ലേ, ഒരു പ്രവാചകൻ വന്നു എന്ന് പറയുന്നില്ലേ, ആ പ്രവാചകന്റെ പരമ്പരയെക്കുറിച്ച് ആ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഹുവ ഫീനാ ദൂ നസബിൻ, അതെ, അദ്ദേഹം ഏറ്റവും നല്ല ഒരു പരമ്പരയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബമുള്ളത് എന്ന് മഹാനായ പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ പറഞ്ഞതായി ഹദീസിൽ നമ്മൾ കാണുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ അവിടെ നിന്നങ്ങോട്ട് 21ാമത്തെ തലമുറയായ മുൻപിലേക്ക് പോയാൽ അദ്നാൻ വരെയുള്ള കൃത്യമായി രേഖപ്പെടുത്തിയ ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അത് ഓരോന്നും വായിച്ച് കൃത്യമായി പറയുന്നില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാശിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് ബിൻ
മുർറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് ബിൻ ഫിഹ്ർ ബിൻ മാലിക് ബിൻ അന്നദർ ബിൻ കിനാനത്ത് ബിൻ ഖുസൈമത്ത് ബിൻ മുദ്രികത്ത് ബിൻ ഇല്യാസ് ബിൻ മുദർ ബിൻ നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ. മുഹമ്മദ് നബിയിൽ തുടങ്ങി അദ്നാനിൽ അവസാനിക്കുന്ന 21 തലമുറയുടെ പേരുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വല്ലാത്തൊരു അത്ഭുതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കടലാസ് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്ത് കഴിഞ്ഞുപോയ ആ രംഗങ്ങളെ പിൽക്കാലത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ കൃത്യമായി ആ പ്രവാചകന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സാധാരണ മനുഷ്യനല്ല, മറിച്ച് ലോകത്തിന് അനുഗ്രഹമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നല്ലാഹു ഇസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ വസ്തഫാ ഖുറൈശൻ മിൻ കിനാന വസ്തഫാ മിൻ ഖുറൈശ് ബിൻ ബനി ഹാഷിം വസ്തഫാനി മിൻ ബനി ഹാഷിം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇസ്മായിൽ നബിയിൽ നിന്നും അല്ലാഹു കിനാനയെ തെരഞ്ഞെടുത്തു. അതേപോലെ തന്നെ കിനാന ഗോത്രത്തിൽ നിന്നും അല്ലാഹു ഖുറൈശികളെ തെരഞ്ഞെടുത്തു. ഖുറൈശികളിൽ നിന്നും ഹാഷിം കുടുംബത്തെ തെരഞ്ഞെടുത്തു. ഹാഷിം സന്തതികളിൽ നിന്നും അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല അദ്നാനികൾ എന്ന്. അദ്നാൻ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിയുടെ നേരിട്ടുള്ള മകന്റെ പേരല്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇസ്മായിൽ നബിക്ക് 12 മക്കളുണ്ടെന്ന്. ആ 12 മക്കളിൽ ഒരാളല്ല അദ്നാൻ, മറിച്ച് പിൽക്കാലത്ത് ആ 12 മക്കളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായ ഒരു ഗോത്രത്തലവനായിരുന്നു അദ്നാൻ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള അവർക്കായിരുന്നു മക്കയുടെ പരിചരണം, കഅബാലയത്തിന്റെ സംരക്ഷണം, സംസമിന്റെ ഒക്കെ സംരക്ഷണം അവരായിരുന്നു മക്കയുടെ ഭരണം നടത്തിയിരുന്നത് എന്നുകൂടെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഒരു ഗോത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ ഗോത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഏതാണ് ആ ഗോത്രം? ഇബ്രാഹിം നബി അവിടെ കൊണ്ടുപോയാക്കി തിരിച്ചുപോയതിനു ശേഷം അവിടേക്ക് ആദ്യമായി കടന്നു വന്ന ജുർഹൂം ഗോത്രം. ഇപ്പോൾ അവിടെ ജുർഹൂം ഗോത്രക്കാരുണ്ട്. എന്നാൽ ഇസ്മായിൽ നബിയുടെ ഭാര്യയുടെ ഗോത്രമായ ജുർഹൂം ഗോത്രക്കാർ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലമത്രയും വലിയ പദവിയായിരുന്നു, വലിയ സ്ഥാനമായിരുന്നു മക്കയിൽ അവർക്ക് ലഭിച്ചിരുന്നത്. വലിയ അന്തസ്സോടുകൂടി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവർക്ക്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം ജുർഹൂം ഗോത്രക്കാർ അവർ പല രൂപത്തിലും അവിടെ മക്കയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മക്കയിലേക്ക് തീർത്ഥാടനത്തിന്, കഅബയിലേക്ക് ഹജ്ജിന് വരുന്ന ആളുകളെ അവർ ശല്യം ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഹജ്ജിന് വരുന്നവരിൽ നിന്നും നികുതി ഈടാക്കാൻ തുടങ്ങി, അവരിൽ നിന്നും പൈസ വാങ്ങാൻ തുടങ്ങി. മക്കയിൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ, പ്രയാസങ്ങൾ അവർ സൃഷ്ടിച്ചു. അവസാനം അവര് അഥവാ ജുർഹൂം ഗോത്രക്കാരാണ് അവിടേക്ക് ആദ്യമായി കടന്നു വന്നത് എങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ മൂലം നാട്ടുകാർ, മക്കയിലെ ആളുകൾ ജുർഹൂം ഗോത്രക്കാരെ മക്കയിൽ നിന്ന് ഓടിക്കുകയാണ്. മക്കയിൽ താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ അവർക്കുണ്ടാക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയോ? അവർ ഈ പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പോ അവരെ നാട്ടുകാരെല്ലാവരും കൂടി ഓടിച്ചു. ആ ഓടിച്ചു വിട്ട സന്ദർഭത്തിൽ അവർ ചെയ്തൊരു കാര്യമുണ്ട്. ജുർഹൂം ഗോത്രക്കാർ ചെയ്തൊരു കാര്യമുണ്ട്. മക്കയിൽ ഹജ്ജിന് വരുന്ന ആളുകൾ കഅബാലയത്തിങ്കൽ സ്വർണം, സാധാരണ നമ്മൾ പറയാലോ കാഴ്ചവെക്കും എന്ന് പറയും. അങ്ങനെ ആളുകൾ സ്വർണം കാഴ്ചവെക്കാറുണ്ട്. അതൊക്കെയും ഈ ജുർഹൂം ഗോത്രക്കാർ കൈക്കലാക്കുകയും ഇവർ അവിടെ നിന്ന് പോകേണ്ടി വരും, യമനിലേക്ക് അവർ നാടുവിടേണ്ടി വരും എന്ന അവസ്ഥയെത്തിയപ്പോ ആ സ്വർണമെല്ലാം എടുത്ത് സംസം കിണറിലേക്ക് ഇട്ടു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മറ്റു വസ്തുക്കളെല്ലാം സംസം കിണറിലേക്ക് ഇട്ടു. അങ്ങനെ സംസം മൂടിക്കളഞ്ഞുവെന്ന് മാത്രമല്ല, അവിടെ ഒരു സംസം കിണറുണ്ടായി എന്ന ഒരടയാളം പോലും ബാക്കി വെക്കാതെ ജുർഹൂം ഗോത്രക്കാർ യമനിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെയാണ് അവിടേക്ക് ഹുസാ ഗോത്രക്കാർ കടന്നു വരുന്നത്. ജുർഹൂം ഗോത്രത്തിന് ശേഷം പിന്നീട് അവിടേക്ക് കടന്നു വരുന്നത് ഹുസാ ഗോത്രക്കാരാണ്. ജുർഹൂമിന് ശേഷം മക്കയുടെ ഭരണം ഹുസാ ഗോത്രക്കാരുടെ കയ്യിലാണ്. ഹുസാ ഗോത്രം എന്ന് പറഞ്ഞാൽ അവർ മക്കക്കാരല്ല, അവർ യമനിലെ ആളുകളായിരുന്നു, യമൻകാരായിരുന്നു അവർ. അവിടത്തെ
ആ യമനിലെ ആളുകൾ അവിടുത്തെ മആരിബ് അണക്കെട്ട് തകർന്നതിനെ തുടർന്നാണ് അവർ മക്കയിലേക്ക് ഹുസാ ഗോത്രം മക്കയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അഥവാ യമനിലെ മആരിബ് അണക്കെട്ട് തകർന്നപ്പോ അവിടെയുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ, ഒന്ന് ശനൂ ഗോത്രം, മറ്റൊന്ന് ഹുസാ ഗോത്രം, രണ്ട് ദിക്കുകളിലേക്കായി പോയി. ഇതിൽ ഹുസാ ഗോത്രം നേരെ പോയത് സിറിയയിലേക്കാണ്. രണ്ടാമത്തെ ഗോത്രമായ ശനൂ ഗോത്രം വന്നത് ഇന്ന് നമ്മൾ താമസിക്കുന്ന ഈ ഒമാനിലേക്കാണ്. എന്നാൽ ശനൂ ഗോത്രത്തിന്റെ ചരിത്രം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു, അവരിലൂടെ ആരൊക്കെ ഉണ്ടായി എന്ന് ആ ചരിത്രത്തെ കുറിച്ച് പിന്നീട് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഹുസാക്കാർ സിറിയയിലേക്ക് പോവുകയും സിറിയയിൽ നിന്ന് പിന്നീട് അവർ മക്കയിൽ ഞങ്ങൾ താമസിക്കട്ടെ എന്ന് ജുർഹും ഗോത്രക്കാരോട് അനുവാദം ചോദിക്കുകയും, എന്നാൽ ജുർഹും ഗോത്രക്കാർ അനുവാദം നൽകാതെ വരികയും ചെയ്തപ്പോ ആ ഹുസാ ഗോത്രക്കാർ പിന്നെ മക്കയിലേക്ക് കടന്നു വരികയും അവർ എണ്ണത്തിലധികമുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഹുസാ ഗോത്രക്കാർ കൂടിയാണ് ജുർഹും ഗോത്രക്കാരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത് എന്നും ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ശരി, ഇപ്പോ മക്കയുടെ ഭരണം ഹുസാ ഗോത്രക്കാരുടെ കയ്യിലാണ്. ഹുസായുടെ നേതാവിന്റെ പേരാണ് അംർ ഇബ്നു ലുഹയ്യ് എന്നാണ്. അംർ ഇബ്നു ലുഹയ്യ് ഒരുപക്ഷെ നമ്മൾ പലതവണ പലപ്പോഴായി കേട്ടിട്ടുണ്ടാവും. അറബ് ദേശത്തേക്ക് ആദ്യമായി വിഗ്രഹാരാധന കൊണ്ടുവന്ന മനുഷ്യന്റെ പേരാണ് അംർ ഇബ്നു ലുഹയ്യ് എന്നത്. അംർ ഇബ്നു ലുഹയ്യ് ആയിരുന്നു ഈ ഹുസാ ഗോത്രക്കാരുടെ നേതാവ്. അദ്ദേഹം ഷാമിലേക്ക് പോയപ്പോ അവിടെ നിന്നും ഹുബിലി എന്ന് പേരുള്ള ഒരു വിഗ്രഹം അവിടുത്തെ ആളുകൾ, അവിടുത്തെ പിന്നെ മാലിക്കി എന്ന് പറയുന്ന ഒരു ഗോത്രം അവിടെ ഉണ്ടായിരുന്നു. ആ മാലിക്കി ഗോത്രക്കാർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ കണ്ടപ്പോ അതിലൊരു വിഗ്രഹം എനിക്ക് തരോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയും അങ്ങനെ ഹുബിൽ എന്ന് പേരുള്ള ഒരു വിഗ്രഹത്തെ അദ്ദേഹത്തിന് നൽകുകയും അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന് കഅബയുടെ തൊട്ടടുത്ത് സ്ഥാപിച്ചു. അത് കണ്ടപ്പോ മക്കയിലെ ആളുകൾക്ക് അതിൽ വല്ലാത്തൊരു ആവേശം തോന്നുകയാണ്. അത് പിന്നീട് 1 നിന്ന് 2 പോയി, പിന്നീട് 3 4 അവിടെ വിഗ്രഹങ്ങൾ ഒരുപാടായി. മക്കക്കകത്തും പുറത്തുമായി ധാരാളം വിഗ്രഹങ്ങൾ വന്നു. സഫാ കുന്നിന്റെ മേലെയും താഴെയുമായി ഒരുപാട് വിഗ്രഹങ്ങൾ വന്നു. ലാത്തയും ഉസ്സയും മനാത്തയും ഉബുലുമൊക്കെയായി ധാരാളം വിഗ്രഹങ്ങൾ, പേരുള്ളതും ഇല്ലാത്തതുമായ ധാരാളം വിഗ്രഹങ്ങൾ അവിടെ വന്നു. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ വിജയത്തിന്റെ കഅബാലയത്തിന്റെ അകത്തേക്ക് പോയി തിരിച്ചിറങ്ങുമ്പോ ആ തന്റെ കയ്യിലുള്ള വടികൊണ്ട് 350-ലേറെ വിഗ്രഹങ്ങളെ കഅബാലയത്തിന്റെ അകത്ത് തട്ടിയിട്ടു എന്നൊക്കെ അതിന്റെ അകത്തുനിന്നും തുടച്ചു നീക്കി എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഈ അംർ ഇബ്നു ലുഹയ്യിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് ദേശത്തേക്ക് ആദ്യമായി വിഗ്രഹാരാധന, ബഹുദൈവാരാധന, ശിർക്ക് കൊണ്ടുവന്ന ആ അംർ ഇബ്നു ലുഹയ്യിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ അവനെ നരകത്തിൽ കണ്ടു, നരകത്തിൽ അവന്റെ കുടൽമാല വലിച്ചുകൊണ്ട് അവനെ കൊണ്ടു നടക്കുകയാണ്. കാരണം അവനാണ് ആദ്യമായി വിഗ്രഹാരാധന അറബ് ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇപ്പോൾ ഹുസാ ഗോത്രം മക്കയിൽ ഭരണം നടത്തുകയാണ്. ഏകദേശം 3.5 നൂറ്റാണ്ടിലേറെ കാലം ഹുസാ ഗോത്രം മക്കയിൽ ഭരണം നടത്തി എന്നാണ്. അക്കാലഘട്ടത്തിലാണ് മക്കയുടെ ഏറ്റവും നീചമായ പ്രവർത്തനങ്ങൾ, മക്കയിൽ ഏറ്റവും വലിയ തോന്യാസങ്ങൾക്ക് തുടക്കം കുറിച്ചതും അത് വ്യാപകമായതും ഈ ഹുസാ ഗോത്രക്കാരുടെ കാലഘട്ടത്തിലാണ് എന്ന് ചരിത്രത്തിൽ കാണാം. അവിടെ വ്യഭിചാരം വർദ്ധിച്ചത്, അവിടെ മദ്യം വർദ്ധിച്ചത്, അവിടെ ലഹരി വർദ്ധിച്ചത്, അതേപോലെ തന്നെ പിന്നെ പലിശ വർദ്ധിച്ചത്, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായത്തിനൊക്കെ തുടക്കം കുറിച്ചത് ഈ ഹുസാ ഗോത്രക്കാരായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം യുദ്ധം നടത്തുകയും പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെ 3.5 നൂറ്റാണ്ട് കാലത്തോളം അവർ അവിടെ ആ മക്കയിൽ യുദ്ധം നടത്തുകയാണ്. പിന്നീട് ആ ഹുസായിൽ നിന്നും മക്കയുടെ അധികാരം ഖുറൈശികൾ പിടിച്ചെടുക്കുകയാണ്. ഖുറൈശികൾ പിന്നീട് ഹുസായിൽ നിന്നും 3.5 നൂറ്റാണ്ടിന് ശേഷം പിന്നെ ഖുറൈശികൾ മക്കയുടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. ആ അധികാരം പിടിച്ചെടുക്കുന്നതിൽ മുൻപിൽ നിന്ന നേതാവിന്റെ പേരാണ് ഹുസൈയ് ഇബ്നു ഖിലാബ് എന്ന്. ഹുസൈയ് ഇബ്നു ഖിലാബ് അദ്ദേഹം മക്കയുടെ ഭരണം ഹുസായിൽ നിന്നും പിടിച്ചെടുത്തത് സൈനിക ശക്തി കൊണ്ടല്ല, അധികാര ശക്തി കൊണ്ടല്ല, അതേപോലെ തന്നെ ആയുധബലം കൊണ്ടല്ല, മറിച്ച് ഹുസായിൽ നിന്നും പിന്നെ ഹുസൈയ് ഇബ്നു ഖിലാബ് മക്കയുടെ ഭരണം പിടിച്ചെടുത്തത്
കൃത്യമായ ജനാധിപത്യ രീതിയിലായിരുന്നു എന്നാണ്. അദ്ദേഹം ആദ്യം ചെയ്ത രീതി ഈ ഹുസാക്കാരുടെ തോന്യാസങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഒരു ടീമിനെ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഖുറൈശികൾ അവിടെയുണ്ട്. ആരാണ് ഖുറൈശികൾ എന്ന് പിന്നീട് പറയാം. ആ ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, മറിച്ച് 10ലധികം ഗോത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഖുറൈശ്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിന്റെ പേരല്ല, മറിച്ച് ഒരുപാട് ഗോത്രങ്ങൾ അടങ്ങിയ, അഥവാ ബനു ഹാസിം, ബനു ഉമയ്യ, ബനു മഹ്സൂർ, ബനു സൂറ, ബനു തയ്യിർ, ഇങ്ങനെ തുടങ്ങി 10ലധികം ഗോത്രങ്ങളുടെ ഒരു കൂട്ടായ്മക്ക് പറയുന്ന പേരാണ് ഖുറൈശികൾ എന്ന്. ആ ഖുറൈശികളുടെ നേതാവിന്റെ പേര്, അല്ലെങ്കിൽ ഖുറൈശികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫിഹ്ർ എന്ന ആളെയാണ്. ഈ ഫിഹ്ർ നമ്മൾ നേരത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പിതാക്കളുടെ ആ വംശപരമ്പര എണ്ണിയ കൂട്ടത്തിൽ ഫിഹ്റിനെ നമുക്ക് കാണാൻ കഴിയും. ആ ഫിഹ്റിന്റെ മറ്റൊരു പേരായിരുന്നു ഖുറൈശ് എന്നും. അദ്ദേഹത്തിന്റെ ആ രൂപത്തിലാണ് അദ്ദേഹം ഖുറൈശികളുടെ പിതാവ് എന്നറിയപ്പെടാനുള്ള കാരണം എന്നും നമ്മൾ കാണുകയാണ്. ഏതായിരുന്നാലും ഈ വ്യത്യസ്ത ഗോത്രങ്ങളെല്ലാം ഒന്നിക്കുന്നത് ഈ ഫിഹ്റിലായതുകൊണ്ടാണ് ഖുറൈശികളുടെ പിതാവ് എന്ന് ഫിഹ്ർ അറിയപ്പെടാനുള്ള ഒരു കാരണം. ഞാൻ പറഞ്ഞു വന്നത്, ഖുറൈശികൾ ഈ നേരത്തെ പറഞ്ഞ ഖുസൈ ഇബ്നു കിലാബ് ഖുസായിൽ നിന്നും ഭരണം പിടിച്ചെടുത്തത് ആഭ്യന്തരമായ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടാണ്, ജനാധിപത്യ രീതിയിലാണ്, ഇവരുടെ തോന്നിയാസങ്ങൾക്കെതിരെ ശബ്ദിച്ചിട്ടാണ്, ആളുകളെ കൂട്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുകയാണ്. മാത്രവുമല്ല, ഈ ഖുസൈ ഇബ്നു കിലാബിനെയും നേരത്തെ പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരമ്പര എണ്ണിയ കൂട്ടത്തിൽ ഖുസൈ ഇബ്നു കിലാബിനെയും നമുക്ക് വായിക്കാൻ കഴിയും. ഖുസൈ ഇബ്നു കിലാബ് ആ മക്ക പിടിച്ചടക്കിയതിനു ശേഷം അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ആദ്യമായി അവിടെ ചെയ്തത് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ പറ്റിയ, എല്ലാവർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റിയ അതിനുള്ളൊരു വേദി ഉണ്ടാക്കുകയാണ് ആദ്യമായി ഖുസൈ ഇബ്നു കിലാബ് മക്കയിൽ ചെയ്തത്. മക്കയിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംവിധാനം വരുന്നത്. അതാണ് പിന്നീട് അറിയപ്പെടുന്നത് ദാറുൻ നദ്വ എന്നായിരുന്നു അതിന്റെ പേരെന്നും, പിന്നീട് ഖുറൈശി പാർലമെന്റ് എന്ന പേരിൽ പിൽക്കാലത്ത് അത് അറിയപ്പെട്ടിരുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അദ്ദേഹം ഹാജിമാർക്ക് സൗജന്യമായി വെള്ളം, സൗജന്യമായി ഭക്ഷണം കൊടുത്തിരുന്നു എന്നാണ്. ഇത് പറയാനൊരു കാരണം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ ജുർഹും ഗോത്രക്കാരും അതിനുശേഷം വന്ന ഹുസാ ഗോത്രക്കാരും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകളെ ഉപദ്രവിക്കുകയും അവരിൽ നിന്ന് നികുതി ഈടാക്കുകയും അവരിൽ നിന്ന് പൈസ വാങ്ങുകയും ഒക്കെ ചെയ്തപ്പോ ഈ ഖുറൈശികൾ അതിന്റെ തുടക്കം കുറിച്ചപ്പോ പിടിച്ചെടുത്തതിനു ശേഷം ഖുസൈ ഇബ്നു കിലാബ് ചെയ്ത ആദ്യത്തെ പ്രവർത്തനങ്ങളിലൊന്ന് മക്കയിലേക്ക് വരുന്നവരെ, പ്രത്യേകിച്ച് ഹജ്ജിന് വരുന്നവരെ മാന്യമായി സ്വീകരിക്കുക എന്നതായിരുന്നു. ഏറ്റവും മാന്യമായി സ്വീകരിക്കുക എന്നതായിരുന്നു. മാത്രവുമല്ല, അവർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുകയാണ്, അവർക്ക് സൗജന്യമായി വെള്ളം കൊടുക്കുകയാണ്. ഒരുപക്ഷെ വെള്ളം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോ നമുക്ക് തോന്നിയേക്കാം അവിടെ തൊട്ടടുത്തല്ലേ സംസം ഉള്ളത്, അതൊക്കെ പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്ന് തോന്നിയേക്കാം. എന്നാൽ അറിയണം, അന്നവിടെ സംസമില്ല. സംസമിന്റെ അടയാളം പോലും അവർക്കറിയില്ല. സംസം എവിടെയാണെന്ന് പോലും അന്ന് അവർക്കറിയില്ല. കാരണം നേരത്തെ ജുർഹും ഗോത്രക്കാർ അവിടെ നിന്നും യമനിലേക്ക് ഓടിപ്പോയ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്വർണങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ആ സംസം കിണറിലേക്കിട്ട് സംസം കിണർ മൂടി അതിന്റെ അടയാളം പോലും ആർക്കും പിൽക്കാലത്ത് അറിയപ്പെടാത്ത രൂപത്തിലാക്കിയിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് വന്ന ഒരാൾക്കും സംസം അറിയുമായിരുന്നില്ല, സംസം വെള്ളം കുടിക്കാൻ അവർക്ക് കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പറയപ്പെട്ട ഖുറൈശികളുടെ ഭരണത്തിന്റെ തുടക്കത്തിലും അവർക്ക് സംസമിനെ കുറിച്ച് അറിയുന്നില്ല. പിൽക്കാലത്ത് വരുന്നുണ്ട് സംസം പിന്നീട് തുറക്കപ്പെടുന്നത് അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ്. അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുകയും ആ സ്ഥലത്ത് പോയി കുഴി കുഴിക്കുകയും അങ്ങനെയാണ് വരുന്നത് സംസം. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞത് ഖുസൈ ഇബ്നു കിലാബിന്റെ ചരിത്രമാണ്, ഖുസൈ ഇബ്നു കിലാബിന്റെ ഭരണകാലമാണ്. ആ ഭരണകാലത്ത് ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കാൻ ഖുസൈ ഇബ്നു കിലാബിന് സാധിച്ചുവെന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരെയും കൂട്ടിയിണക്കി എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഖുസൈ ഇബ്നു കിലാബ് ഭരണം നടത്തിയിരുന്നത്. കഅബയുടെ ചാവി സൂക്ഷിക്കാൻ ഒരു ടീമിനെ ഏൽപ്പിച്ചു, കഅബയെ പരിപാലിക്കാൻ വേറൊരു ടീമിനെ ഏൽപ്പിച്ചു, ഹജ്ജിന് വരുന്നവർക്ക് വെള്ളം കൊടുക്കാൻ ഒരു ടീം, ഹജ്ജിന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേറെ ടീം, അതേപോലെ തന്നെ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേറെ ടീം, അതേപോലെ തന്നെ തന്നെ സഹായിക്കാൻ, ഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ സഹായിക്കാൻ വേറെ ടീമിനെ, അങ്ങനെ ഓരോ ടീമിനെ അദ്ദേഹം തീരുമാനിക്കുകയും
അങ്ങനെ ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്തങ്ങളും പദവികളും നൽകുകയും അവരെ ഏകീകരിച്ച് ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഈ ഖുറൈശികളുടെ ഭരണത്തിന്റെ തുടക്കം കുറിച്ച ഖുസൈ ഇബ്നു കിലാബിന് സാധിച്ചുവെന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ ഖുസൈബിന് ശേഷം പിന്നീട് അദ്ദേഹം പിന്നെ മക്കയുടെ ഭരണം വരുന്നത് അദ്ദേഹത്തിന്റെ മക്കളിലേക്കാണ്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അള്ളാഹു തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ഇതൊരു ചരിത്ര വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പറയുമ്പോ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ആ രംഗം ഉണ്ടാകണമെന്നതുകൊണ്ടാണ് പിന്നെ അതിന്റെ കൃത്യമായ സ്ക്രീനിലൂടെ തന്നെ കാണിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരമ്പരയെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു ചിത്രം കാണുന്ന രൂപത്തിൽ, അത് വായിക്കുമ്പോ ഒരു ചിത്രം കാണുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അതിലൂടെയൊക്കെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് പോകേണ്ടത് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ പ്രവാചകനോടുള്ള ഹുബ്ബ് കൂടുതൽ കൂടുതൽ വർദ്ധിക്കണം. ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനിയും ഏതാനും ചില കാര്യങ്ങൾ ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്തയാഴ്ച വിശദീകരിക്കാം. ഒന്നുകൂടെ പറയട്ടെ, ഇത് പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി കേവലം ആദ്യത്തെ ആഴ്ച മാത്രം നല്ലൊരു സദസ്സായി വരികയും പിന്നീട് അതൊക്കെ നടന്നോളും, എനിക്കൊന്നും അത് ബാധ്യതയല്ല എന്നൊരു തീരുമാനത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് ഇത് പഠിക്കേണ്ടത് എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഒരവസരമായിരിക്കാം അള്ളാഹു തന്ന വലിയ തൗഫീഖായിരിക്കാം ഈ ഒരു അവസരം, അതിനുള്ള ഒരു ചിന്തയായിരിക്കാം തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ഈ വിഷയം കഴിയുന്നത്ര മുഴുവൻ കേൾക്കാനും പഠിക്കാനും എല്ലാവരും അവസാനം വരെ കൂടെ ഉണ്ടാകണമെന്നും അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ കൂടുതൽ തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ പ്രവാചകനെ കുറിച്ച് കേൾക്കാൻ, അവിടുത്തെ ചരിത്രം കേൾക്കാൻ, അതിലൂടെ ആ പ്രവാചകനോടുള്ള ഹുബ്ബ് വർദ്ധിക്കാൻ, ആ പ്രവാചകനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ആ പ്രവാചകനോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, ആ പ്രവാചകനെ കുറിച്ച് കേൾക്കാൻ, അറിയാൻ വീണ്ടും വീണ്ടും അവസരം വരുമ്പോ അതൊന്ന് കേൾക്കാനുള്ള തൗഫീഖ് നാഥ നീ ഞങ്ങൾക്ക് അതിനുള്ള സമയവും അതിനുള്ള ആരോഗ്യവും അതിനുള്ള മനസ്സും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്. ഞങ്ങളുടെയൊക്കെ പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, വല്ലിപ്പമാർ, വല്ലിമ്മമാർ, ഒരുപാട് ആളുകൾ ഈ ലോകത്തോട് യാത്ര ചോദിച്ചവരുണ്ട്. നാഥ, അവർക്ക് നീ സ്വർഗം നൽകണ റഹ്മാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരുമുണ്ട്, നീ അവർക്ക് സ്വർഗം നൽകണ റഹ്മാനെ. പ്രായം കൊണ്ടും രോഗം കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്, അവർക്ക് നീ ശമനം നൽകണ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണ റഹ്മാനെ. അള്ളാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഓരോരുത്തരായി, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബക്കാരിൽ നിന്ന് ഓരോരുത്തരായി ഞങ്ങൾക്ക് മുമ്പേ നിന്നിലേക്ക് യാത്ര പറഞ്ഞു വരുന്നവരുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ അളിയൻ ഇക്കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു. നമ്മളെല്ലാവരും വായിച്ചവരാണ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈയുള്ളവന്റെ അമ്മായിയും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد